ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ വർക്ക് ഏരിയയിൽ തന്നെ നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ സർക്യൂട്ട് വലിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല. സർക്യൂട്ട് എങ്ങനെ വലിച്ചു എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഈ ബോക്സ് എല്ലാം വെച്ചതിന് ശേഷം മുകളിലൂടെ ഏറ്റവും മുകളിലൂടെ ഓപ്പൺ വയറിങ് ചെയ്തതിന് ശേഷം അതിലേക്ക് വന്നിരിക്കുന്ന വയറിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് വന്നിരിക്കുന്ന ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പവർ സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. അത് 2.5ൻ്റെ നേരെ ഡി ബിയിൽ നിന്ന് ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അത് ഫേസ് കൊടുത്തിരിക്കുന്നത് മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത് 2.5, നീല ന്യൂട്രലായിട്ട് കൊടുത്തിരിക്കുന്നത് 2.5, എർത്ത് 1.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒറ്റ സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. ഈ പവർ സർക്യൂട്ട് മാത്രം മതി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാം പവർ ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഇവിടെ കിച്ചണിലെല്ലാം തന്നെ പവറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്സി, അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ ഇതിനൊക്കെ സെപ്പറേറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഒറ്റ പവർ നമ്മൾ ഡി ബിയിൽ നിന്നും നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇതിനേക്കാൾ കൂടുതൽ പവറിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുതലാണെങ്കിൽ മാത്രമേ ഒരു 4-5 ലെവലിലേക്കൊക്കെ വന്നാൽ മാത്രമേ 2 സർക്യൂട്ട് നമുക്ക് ഡി ബിയിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഒറ്റ സർക്യൂട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ ബോക്സിൽ നമ്മൾ പവറിന് വേണ്ടി കൊടുത്തു. അതിൽ നിന്ന് നേരെ ലൂപ്പ് ചെയ്ത് അതിൽ നിന്ന് തന്നെ ലൂപ്പ് ചെയ്ത് നമ്മൾ അടുത്തൊരു 3ൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പവർ പ്ലഗിന് വേണ്ടിയിട്ട് 3 മോഡ്യൂളിൻ്റെ ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അവിടേക്ക് ഫേസ്, ന്യൂട്രൽ, എർത്ത് വന്നിരിക്കുന്നു. അതാ വന്നിരിക്കുന്ന ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇനി അടുത്ത ബോക്സിലേക്ക് നമ്മൾ പോകുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് ലൂപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സർക്യൂട്ട് വലിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ 2 സർക്യൂട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒറ്റ സർക്യൂട്ട് തന്നെ മതിയാവും. അതുകൊണ്ട് തന്നെയാണ് ഒറ്റ പവർ സർക്യൂട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബോക്സിലേക്ക് നമുക്ക് അതുപോലെ തന്നെ നേരെ ഫേസ്, ന്യൂട്രൽ, എർത്ത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നു. നമുക്ക് കളർ കോഡിങ് കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പച്ച ടേപ്പ് കൊടുത്തിരിക്കുന്നത്. പച്ച ടേപ്പ് എർത്തായിട്ട് എടുക്കുന്നു. ഫേസിന് നമ്മൾ റെഡ് കൊടുത്തിരിക്കുന്നു. ന്യൂട്രലിന് നമ്മൾ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 മോഡ്യൂളിൻ്റെ ബോക്സ് ആയതുകൊണ്ട് നമ്മളൊരു പ്ലഗ് സ്വിച്ചും കൊടുത്തതിന് ശേഷം ബാക്കി സ്ഥലം ഉള്ളതുകൊണ്ടും പുറത്തെ ലൈറ്റ്സുകളെല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ലൈറ്റ്സിൻ്റെ ലീഡുകളാണ് ഈ കാണുന്നത്. അതായത് 3 ലൈറ്റ് പുറത്ത് വരുന്നുണ്ട്. 3 സൈഡിലായിട്ട് 3 ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഒരു ഫാനും വരുന്നുണ്ട്. ഫാനും വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അതല്ല, ഫാൻ വേണമെങ്കിൽ നമുക്ക് എൻട്രൻസിലേക്ക്, അതായത് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വരുന്ന സ്ഥലങ്ങളിൽ വേണമെങ്കിൽ കൊടുക്കാം. അവിടേക്ക് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് തന്നെ ഓപ്പൺ വയറിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൂടെ നമ്മൾ ടാങ്ക് കണ്ട ബാക്കിലൂടെ ഒരു പൈപ്പ് വന്നതിന് ശേഷം ബാക്ക് തുളച്ചാണ് നമ്മുടെ ഡി ബിയിൽ നിന്നുള്ള സർക്യൂട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കാണാനൊട്ടും തന്നെ വൃത്തിയായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ നമ്മൾ ആ സിയുടെ കൂടുതൽ ചാനൽ അടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. വേണ്ട സ്ഥലങ്ങളിൽ എവിടെയാണോ അവിടെ നമ്മൾ ജംഗ്ഷൻ ഇട്ടതിന് ശേഷം അവിടെ നമുക്ക് ഫാൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഫാൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ഡി ബിയിലേക്ക് കണക്ട് ചെയ്ത് വരുന്ന കിച്ചണായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നേരെ വന്നതിന് ശേഷം ടാഗ് ചെയ്ത് എല്ലാ പൈപ്പുകളും 20 mm പൈപ്പുകളാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ പുറത്തേക്കുള്ള ലൈറ്റ് പോയിൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്വിച്ച് ബോർഡുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു കിച്ചണിലേക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ വർക്ക് ഏരിയയിലേക്ക് നമുക്ക് വരുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് സർക്യൂട്ട് എങ്ങനെ വലിക്കാമെന്നും അതെങ്ങനെ ലൂപ്പ് ചെയ്ത് കൊണ്ടുപോകുമെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.